എല്ലാവർക്കും നമസ്കാരം. ഏവർക്കും മിലു കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സദ്യ സ്റ്റൈല് ഒരു വറുത്തരച്ച ഇഞ്ചിക്കറിയാണ്. നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിത് 2 ആഴ്ച വരെ കേടുകൂടാതെ നമുക്കിത് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ട് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞങ്ങൾ ഇടുന്ന അപ്ഡേറ്റ്സിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇഞ്ചിക്കറിക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 4 വലിയ പീസ് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വറുത്തെടുക്കാനുള്ളതാണ്. അതിനുവേണ്ടി നമുക്ക് ഇത് ചെറിയൊരു പീസുകളാക്കി നമ്മളിതുപോലെ അരിഞ്ഞെടുക്കണം. പിന്നെ ഞാൻ ഒരു തേങ്ങയുടെ പകുതി മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പകുതി മുറി തേങ്ങ ചിരകിയത് ഇത് വറുത്ത് അരയ്ക്കാനുള്ളതാണ് നമുക്ക്. പിന്നെ ഞാൻ ഒരു ചെറിയൊരു സവാളയുടെ പകുതി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് തേങ്ങ, ഇഞ്ചി, സവാള ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ വെളിച്ചെണ്ണയിൽ നമുക്ക് വറുത്ത് അരച്ചെടുക്കാനുള്ളതാണ്. പിന്നെ ഇനി ഇതിന് ആവശ്യമായത് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ഒരു കുറച്ച് പുളി നമ്മളിത് പിഴിഞ്ഞെടുക്കാൻ വേണ്ടി ഞാനിത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനാവശ്യമായ പൊടികൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, പിന്നെ ഞാനിവിടെ ഒരു ചെറിയ പീസ് ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 2-3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇതും എടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് നമുക്ക് ഇഞ്ചിക്കറി തയ്യാറാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി ഇത് നമ്മൾ എങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, സവാള ഇതെല്ലാം ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്കിത് കോരിയിട്ട് നമുക്ക് തേങ്ങ ഇട്ട് വറുത്തെടുക്കണം. ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് തേങ്ങ ഇട്ട് വറുത്തെടുക്കാം. തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറിൽ വേണം തേങ്ങ നന്നായിട്ട് മൂത്ത് വരാൻ. അത് കരിഞ്ഞു പോകരുത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇനി ഇത് ആറിക്കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് അരച്ച് എടുക്കാനുള്ളതാണ്. നമ്മുടെ തേങ്ങാപ്പീര വറുത്തെടുത്തത് നന്നായിട്ട് ആറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെല്ലാം കൂടെ കൂടി ഈ ഇഞ്ചിയും സവാളയും തേങ്ങയും എല്ലാം കൂടെ കൂടി നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. നമ്മുടെ ഇഞ്ചിയും തേങ്ങയും എല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ അരച്ചെടുത്തിട്ട് വരാൻ. വെള്ളം ഒന്നും ചേർക്കരുത്. നന്നായിട്ടൊന്ന് അരച്ച് എടുക്കണം. തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വയ്ക്കാം. അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേന് അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ കടുക്, ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ വെളുത്തുള്ളി ഞാനൊരു 3-4 ചെറിയ ഉള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഞാൻ ഒരു 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3-4 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാനിവിടെ എടുക്കുന്നുണ്ട്. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി, തീ കുറച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയുടെ അരപ്പ് ചേർത്ത് കൊടുക്കണം. അതും കൂടെ അതിൻ്റെ അകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം.
ഇനി ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളി ചേർത്ത് കൊടുക്കണം. പുളി പിഴിഞ്ഞ വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് ഉപ്പൊക്കെ നമ്മൾ ഈ സമയത്ത് ഉണ്ടോ നോക്കണം. ഉപ്പില്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കണം. നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല ഇഞ്ചിക്കറിയുടെ ആ ഒരു ഇഞ്ചിയുടെ മണമൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തു. ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ശർക്കര ഇട്ട് കൊടുക്കാം. ഈ ഒരു വലിപ്പത്തിലുള്ള ശർക്കരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് മധുരത്തിന് കൂടുതൽ മധുരം വേണമെങ്കിൽ അതനുസരിച്ച് പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു പീസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വറ്റിച്ചെടുക്കാം. ചെറിയ തീയിലിടണേ. നമ്മുടെ ഇഞ്ചിക്കറി ഒന്ന് തുറന്നു നോക്കാം. ഇഞ്ചിക്കറി നന്നായിട്ട് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവം. ഈ സമയത്ത് നിങ്ങൾ ഉപ്പും എരിവും പുളിയൊക്കെ നോക്കണം. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ എനിക്ക് ഇത്രയും കുറുകി വേണ്ടതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറുക്കി എടുത്തിരിക്കുന്നത്. ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വെള്ളമാക്കി വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് വളരെ പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അതോടൊപ്പം തന്നെ തൊട്ട് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ ഞങ്ങളുടെ ഇടുന്ന അപ്ഡേറ്റ്സിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അടുത്തൊരു ടേസ്റ്റി റെസിപ്പിയായി വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം.